നമസ്കാരം പ്രേക്ഷകരെ, അമ്മയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു, കൂറുമാറ്റങ്ങൾ നിലവിൽ വരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബാബുരാജിനെതിരെ അതിശക്തമായ രീതിയിൽ അമ്മയിലുള്ള വനിതാ താരങ്ങൾ അവർ പരസ്യമായി തന്നെ രംഗത്തെത്തി. ബാബുരാജിനെ പോലെ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ എന്തിനാണ് മത്സരിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നിൽക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന ജഗദീഷ് എന്ന പേര്, ജഗദീഷ് എന്ന വ്യക്തി ബാബുരാജിനൊപ്പമാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇതിനു മുന്നേ പലപ്പോഴായി ബാബുരാജിനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ച ആളാണ് ജഗദീഷ്. ബാബുരാജ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുത് എന്ന് അമ്മയിലെ ചില താരങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് ജഗദീഷ് ഇവിടെ ബാബുരാജിന് പിന്തുണയുമായി എത്തുന്നത്. വീണ്ടും അമ്മ പഴയ പടിയിലേക്കാണോ പോകുന്നത് എന്നൊരു കാര്യം കൂടി നിലനിൽക്കുകയാണ്. കാരണം ജഗദീഷ് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി യോഗ്യനാണ് എന്ന് പലരിലേക്കും എത്തിക്കാനുള്ള കാരണം എന്താണ്? ജഗദീഷിനെതിരെ ആരോപണങ്ങളില്ല. ജഗദീഷ് എല്ലാ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിലും സജീവമായ പങ്കെടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല ജഗദീഷ് എന്ന സീനിയർ ആക്ടർ എല്ലാ താരങ്ങളുമായി വെക്കുന്ന ഒരു വൈബുണ്ട്. അതെല്ലാം കൊണ്ടാണ് ജഗദീഷിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിക്കാൻ സാധ്യത. വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചതെങ്കിൽ പ്രസിഡന്റ് ആകാൻ പോകുന്നത് ജഗദീഷ് തന്നെയാണ്. അതേ ജഗദീഷ് ബാബുരാജിനെ പോലെ ആരോപണ വിധേയനായ ഒരു വ്യക്തിക്ക് സപ്പോർട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കൂടെ നിൽക്കുമ്പോൾ അമ്മയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. കാരണം ഇനിയിപ്പോൾ ജഗദീഷും ബാബുരാജിനൊപ്പം ആണെങ്കിൽ അമ്മ വീണ്ടും പഴയ പടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം വീണ്ടും ആരോപണ വിധേയർക്ക് കൂട്ടു നിൽക്കുകയാണോ അമ്മ എന്നൊരു ചോദ്യം നിൽക്കുകയാണ്. അവിടെയാണ് അമ്മയിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളിൽ ഉണ്ടാകുന്ന അമർഷം, ആ അമർഷത്തെ കാത്തു സൂക്ഷിക്കാൻ ജഗദീഷിന് കഴിയാതെ വരികയാണോ എന്നൊരു ചോദ്യമാണ് ബാബുരാജിനൊപ്പം ജഗദീഷ് നിൽക്കുകയാണെങ്കിൽ ഉയരുന്ന ഒരു ചോദ്യം. കാരണം വളരെ വാശിയേറിയ പോരാട്ടം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നുണ്ട്. ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരം വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. 6 പേർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട്. ഇതിൽ ഉറപ്പായും 2 പത്രികകൾ എങ്കിലും പിൻവലിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം രവീന്ദ്രൻ എന്തായാലും പിൻവലിക്കില്ല. രവീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി ശക്തമായി മത്സരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ രവീന്ദ്രൻ എത്ര മുന്നോട്ട് പോയാലും ജഗദീഷും ശ്വേതയും തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിനൊപ്പം എത്താൻ നിലവിൽ കഴിയുന്നില്ല. അവിടെ ദേവനെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദേവൻ പത്രിക നൽകണം എന്ന് പറഞ്ഞ് ദേവനെ മത്സരരംഗത്ത് എത്തിച്ചെങ്കിൽ പോലും ദേവൻ പത്രിക പിൻവലിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതായത് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. ജഗദീഷും ദേവനും ആരോപണ വിധേയരൊന്നുമല്ല, അവർ അമ്മയിൽ സ്വീകാര്യരാണ്. അതുകൊണ്ട് തന്നെ ദേവനും വലിയൊരു സാധ്യത അമ്മയിൽ ഉള്ളിൽ നിന്നും സിനിമാ മേഖലയ്ക്കുള്ളിൽ നിന്നും കൽപ്പിച്ചിരുന്നു. അവിടെയാണ് ജഗദീഷിന് ഫ്രീ സ്ലോട്ട് കൊടുക്കുക എന്നുള്ള രീതിയിൽ ദേവൻ ഇപ്പോൾ പത്രിക പിൻവലിക്കാൻ വേണ്ടി രംഗത്തെത്തുന്നത്. അവിടെ ഒരു വലിയ ചോദ്യം നിൽക്കുകയാണ്, എന്തുകൊണ്ട് പിന്നെ ദേവൻ പത്രിക സമർപ്പിച്ചു? കാരണം ദേവനെ പോലൊരു നടൻ ആകെ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. ഇപ്പം രവീന്ദ്രനെ പോലെ ആളുകൾ, അല്ലെങ്കിൽ അനൂപ് ചന്ദ്രൻ, ഇവരൊക്കെ, ജയൻ ചേർത്തല, ഇവരെല്ലാവരും മറ്റ് തസ്തികകളിലേക്കും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിൽ നിന്നും പിൻവലിക്കുമ്പോഴേക്കും നമുക്ക് ഊഹിക്കാം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഉന്നം വയ്ക്കുന്ന ഒരു തസ്തികയുണ്ട്. അതിലേക്ക് വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർ ബാക്കി പത്രികകൾ പിൻവലിച്ചതാകാം. പക്ഷെ ദേവൻ ആകെ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ്. അതിൽ നിന്നും പിൻവലിക്കണമെങ്കിൽ എന്താണ് കാരണം? അപ്പോൾ ദേവൻ മത്സരിക്കാനില്ല എന്നത് വേണം മനസ്സിലാക്കുക. ദേവൻ അമ്മയുടെ ഒരു സ്ഥാനത്തേക്കും മത്സരിക്കാൻ ഇല്ല എന്നത് വേണം ഈ പത്രിക പിൻവലിച്ചാൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ജഗദീഷിന് ഒരു ഫ്രീ പോസ്റ്റ് കിടക്കുകയാണ് എന്നത് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ കൂറുമാറ്റം അമ്മയിൽ പലപ്പോഴായി ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുമ്പോഴേക്കും ഉയരുന്ന കാര്യങ്ങൾക്ക് ഒരു പിന്തുണ വേണം എന്നുള്ള കാര്യം കൊണ്ടാണ് ജഗദീഷ് യോഗ്യനാണ് എന്നുള്ള രീതിയിലേക്ക് നറേറ്റീവ് മാറിയത്. പക്ഷേ ഇപ്പോൾ ബാബുരാജിനൊപ്പം ജഗദീഷ് നിൽക്കുമ്പോൾ അതൊരു പരസ്യ പിന്തുണയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം മറ്റൊരു മാധ്യമത്തിന് മല്ലിക സുകുമാരനും മാലാ പാർവതിയും ശക്തമായി തന്നെ രംഗത്തെത്തിയിരുന്നു. അവർ ആരോപണ വിധേയരായ ബാബുരാജിനെതിരെ തന്നെയാണ് രംഗത്തെത്തിയത്. ബാബുരാജ് മത്സരിക്കരുത്,
ധാർമ്മികമായി അത് ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ സ്ത്രീകളായ സരയുവും അൻസിബ ഹസനും പരസ്യമായി തന്നെ ബാബുരാജിന് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടുണ്ട്. സരയുടെ വാക്കുകൾ പ്രകാരം ഇത് കോടതിയൊന്നുമല്ല, 500 പേർ മാത്രമുള്ള ഒരു സംഘടനയാണ്, അതിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ളത് തന്നെയാണ്. മറ്റു ചില സിനിമാ പ്രവർത്തകരും ബാബുരാജിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ആ അനുകൂലിക്കുന്നവരുടെ കൂട്ടത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന സാധ്യതയുള്ള ജഗദീഷ് ബാബുരാജിനും കൂടെ കൂട്ടി നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട്. കാരണം അമ്മ വളരെ നാണക്കേടിൽ നിന്നാണ് ഇപ്പോഴെങ്കിലും ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. കാരണം അമ്മ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത നാണക്കേടിലൂടെ പോയി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പലരുടെയും മുഖങ്ങൾ പുറത്തു വന്നു. ഇപ്പോഴും പലരും ആരോപണ വിധേയരായി തുടരുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് മോഹൻലാലിന് പോലും ഇറങ്ങി രാജിവെക്കേണ്ടി വന്നത്. കാരണം മോഹൻലാലിന് ഇത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് പോലും പറയാൻ അത്രയും ഗതികേടിലേക്ക് പോയി അമ്മ. അവിടെ നിന്ന് ഒരു പുതിയ മുഖം മിനുക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അമ്മ. അവിടെയാണ് തലപ്പത്ത് ജഗദീഷിന് വലിയ സാധ്യത ഉള്ളപ്പോൾ, ജഗദീഷിനെ പോലൊരു സീരിയൽ നടന് അങ്ങനെ ഒരു സാധ്യത നിൽക്കുമ്പോൾ ആ ഒരു പിന്തുണ ബാബുരാജിലേക്ക് പോവുകയാണെങ്കിൽ അമ്മ വീണ്ടും പഴയപടിയാവുകയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്. എന്തായാലും വളരെ വാശിയേറിയ പോരാട്ടമാണ് അമ്മയിൽ തുടരുന്നത്. താരങ്ങൾ തമ്മിൽ വളരെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. അവിടെ ഉള്ളിൽ വളരെ സംഘർഷം നടക്കുന്നുണ്ട്. മാധ്യമങ്ങളെ കാണരുത്, മാധ്യമങ്ങളെ പ്രതികരിക്കരുത് എന്നതുപോലും പല താരങ്ങളും പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. വളരെ നാടകീയമായ കാര്യങ്ങളാണ് അമ്മ എന്ന സംഘടനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 31 അവസാന തീയതി പത്രിക പിൻവലിക്കാൻ. അതിൽ വളരെ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കാം. നമ്മൾ ഇതുവരെ കണ്ട പലരും പല രീതിയിലും പത്രിക പിൻവലിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല തസ്തികകളിൽ നിന്നും പിൻവലിക്കാനുള്ള സാധ്യതയുണ്ട്. 15-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. അതുവരെ വളരെ വാശിയേറിയ ശക്തമായ പോരാട്ടം തന്നെയാണ് അമ്മയിൽ നടക്കാൻ പോകുന്നത്.